ഹായ് ഫ്രണ്ട്സ്, ഒരു ഓഫ് ഡേ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ പുറത്തിറങ്ങി നമ്മൾ മുകളിൽ മിസൈലുണ്ടോ ഡ്രോൺ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഇപ്പോൾ ഇത് ചെക്ക് ചെയ്യുക എന്നുള്ളതൊരു ശീലമായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഇതിപ്പോൾ നമ്മുടെ ശീലമാണ്. ഇന്ന് ഞങ്ങൾ റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. ഞാനും അനിയത്തിയും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് റൂമിൽ ഷെയർ ചെയ്ത് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ബെഡൊക്കെ ഒന്ന് നീറ്റാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ആ പരിപാടിയിലായിരുന്നു. ഒരു പാട്ടൊക്കെ ഇട്ട് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി റൂമൊക്കെ ഒന്ന് നീറ്റാക്കി ഒക്കെ ആക്കുമായിരുന്നു. അപ്പോൾ അനിയത്തിയായിരുന്നു എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് ഒരു ചിക്കൻ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഓർത്ത് അങ്ങനെ നമ്മൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞു. സബോളയും തക്കാളിയും എല്ലാം നേരത്തെ അരിഞ്ഞ് പിന്നെ നമ്മൾ മിക്സിയിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കൊടുത്തു വിട്ട്. സിസ്റ്റർ അത് നമുക്ക് ക്രഷ് ചെയ്തുകൊണ്ട് തന്നു. എന്നിട്ട് പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് തുടങ്ങി. ഞാനപ്പോൾ ആ ടൈം കൊണ്ട് സബോളയും തക്കാളിയും ഇതൊക്കെ വഴട്ടുമായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് വഴറ്റി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇനി എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, എല്ലാ പൊടി ഇട്ട് അങ്ങനെ കണക്കൊന്നുമില്ല. ഞാനങ്ങനെ കണക്കായിട്ട് അങ്ങനെ ഇത്ര സ്പൂൺ അങ്ങനെയൊന്നും ഇടുന്നൊരു പാചക വിദഗ്ധയൊന്നും അല്ല. പക്ഷേ വായ വെച്ച് കഴിക്കാൻ പാകത്തിന് ഒക്കെ ആയിരിക്കും. നല്ല വലിയ രുചിയൊന്നുമില്ലെങ്കിലും എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പാകത്തിന് സെറ്റാക്കും. എന്നിട്ട് പിന്നെ ചോറ് ഞാൻ ഓൾറെഡി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ബിരിയാണി റൈസ്. അപ്പോൾ അത് കുക്കറിലോട്ടിട്ട് 2-3 ലെയറായിട്ട് കറിയും അതിൻ്റെ മുകളിൽ മിക്സ് ചെയ്യാനായിട്ട് ഇട്ട് ഗ്രേവിയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് ഒനിയൻ എടുത്തിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ മുകളിലോട്ട് ഇട്ടത് സെറ്റാക്കി അങ്ങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എടുത്തതാണ്. ഇത് ഞങ്ങൾ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ കുറച്ച് സബോള അരിഞ്ഞ് ഒരു തട്ടിക്കൂട്ട് ഉള്ളിവടയും പിന്നെ ഒരു ചായയും കൂടി വെച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നൊരു ദിവസം. അപ്പോൾ ബൈ.